പവനും സോനുവും സഹോദരങ്ങളായിരുന്നു. അവരുടെ അമ്മ മരിക്കുന്നതിന് മുൻപ് പവന്റെ കയ്യിലേക്ക് സോനുവിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു. കാരണം പവൻ മിടുക്കനായിരുന്നു, എന്നാൽ സോനു ഒരു വികലാംഗനും. എന്റെ മക്കളെ, ഞാനിപ്പോ മരിക്കാറായി. എനിക്കെപ്പോഴും സോനുവിനെ ഓർത്താണ് വിഷമം. ഇവൻ ഒരു പാവത്താനാണ്. ഇവൻ ഈ വയ്യാത്ത കാലം വെച്ചെങ്ങനെ ജീവിക്കുന്നോർത്ത് വിഷമിക്കുക ഞാൻ. ഇവനൊരു പഞ്ചപാവമാണല്ലോ എന്ന് ഓർക്കുമ്പോ. അമ്മ എന്തിനാ അങ്ങനെ പറയുന്നത്? മോനെ, ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരും ഒരു ദിവസം മരിക്കും. എന്റെ സമയവും അടുത്തിരിക്കുക മക്കളെ. ഞാൻ നിങ്ങളുടെ അച്ഛന്റെ അടുത്തേക്ക് പോകാനായി. പവൻ, ഞാൻ എന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിനക്ക് തന്നിട്ട് പോകുക. നമ്മുടെ കൃഷിസ്ഥലം ഉണ്ടല്ലോ, അവിടെ എന്തെങ്കിലും കൃഷി ചെയ്യണം. ജീവിക്കാൻ വേണ്ടത് കണ്ടെത്തേണ്ടത് നീയാണ് മോനെ. അമ്മയില്ലെങ്കിലും സോനുവിനെ നന്നായി നോക്കണം നീ. ഇതും പറഞ്ഞുകൊണ്ട് സോനുവിന്റെയും പവന്റെയും അമ്മ മരണമടഞ്ഞു. സോനുവിന് നല്ല സങ്കടം വന്നു. പവന് അമ്മ മരിച്ചതിൽ സങ്കടമുണ്ടായിരുന്നുവെങ്കിലും അവന് ഭയങ്കര സന്തോഷവും തോന്നി. അതിന് കാരണം അവനിപ്പോൾ കൃഷി ചെയ്യാനുള്ള സ്ഥലമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അവന്റെ ജീവിതം കുറച്ചുകൂടെ നന്നായി തന്നെ വരും. അമ്മ പോയത് പോയി, പക്ഷേ എല്ലാ ഉത്തരവാദിത്തങ്ങളും എന്റെ തലയിലിട്ടിട്ടാ പോയത്. ഈ ഞൊണ്ടൻ സോനുവിനെ ഞാൻ എത്ര കാലം എന്റെ തലയിൽ ചുമക്കണം? എനിക്കും ഒരു കുടുംബം ഉണ്ടാവും, കുട്ടികളും ഭാര്യയും ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ മന്ദബുദ്ധി സോനുവിനെ ജീവിതകാലം മുഴുവൻ ചുമക്കണോ? ഇല്ല, ഞാനതൊന്നും ചെയ്യാൻ പോകുന്നില്ല. പവൻ ആലോചിച്ചുകൊണ്ടിരുന്നു എങ്ങനെ സോനുവിനെ തന്നിൽ നിന്നും ഒഴിവാക്കാമെന്ന്. അപ്പോഴവന്റെ കുരുട്ടുബുദ്ധിയിൽ ഒരാശയം വന്നു. അവൻ വേഗം തന്നെ സോനുവിനോട് സങ്കടപ്പെട്ട് പറയാൻ തുടങ്ങി. നോക്ക് സോനു, അമ്മ നമ്മളെ ഇട്ടിട്ട് പോയി. നിന്റെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. നമുക്കിത്രയും വലിയ വയലില്ലേ? ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ നോക്കി നടത്താനാ ഇതൊക്കെ? എനിക്കാണെങ്കിൽ കൃഷി ചെയ്യാനും അറിയില്ല. ഇത്രയും വലിയൊരു വയൽ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? കൃഷിപ്പണിയാണെങ്കിൽ ഞാൻ പഠിച്ചിട്ടുമില്ല. കാരണം അമ്മയോടൊപ്പം ഞാൻ ഇതുവരെ പണിക്കിറങ്ങിയിട്ടില്ല. എന്നാൽ നീയാണെങ്കിൽ എപ്പോഴും അമ്മയോടൊപ്പം വയലിലുണ്ടായിരുന്നതല്ലേ? അമ്മ എന്നെ കൃഷി ചെയ്യാൻ സമ്മതിച്ചിരുന്നുമില്ല. എപ്പോഴും പഠിക്കാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ചേട്ടൻ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ തന്നെ കൃഷിപ്പണിയൊക്കെ നോക്കിക്കൊള്ളാം. ചേട്ടൻ നന്നായി പഠിച്ചാൽ മാത്രം മതി. സോനു, നീ എത്ര നല്ലവനാടാ. നീ കൃഷി ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചപ്പോ എന്റെ തലയിൽ നിന്ന് വലിയൊരു ഭാരമാടാ ഒഴിഞ്ഞത്. നീ കൃഷി നോക്കിക്കോ, ഞാൻ നന്നായി പഠിച്ചോളാം. ചേട്ടൻ ഒരു ടെൻഷനും വേണ്ട. ഞാൻ വയലിലേക്ക് പോകട്ടെ. അവനൊരു ക്രച്ചസിന്റെ സഹായത്തോടെ കൃഷി ചെയ്യാൻ തുടങ്ങി. തന്റെ കൃഷിയിടത്തിൽ അവൻ വെള്ളക്കടലയും ഗോതമ്പും അങ്ങനെ മറ്റു പലതും നട്ടുപിടിപ്പിച്ചു. അതെല്ലാം വളരെ നന്നായി തന്നെ വളർന്നു വന്നു. അത് കണ്ട് സോനു ഒത്തിരി സന്തോഷിച്ചു. കാരണം അവന്റെ പ്രയത്നം ഫലം കാണുകയായിരുന്നു. അവൻ പതിയെ പതിയെ പവന്റെ അടുത്തേക്ക് ചെന്നു. ഒന്ന് നിക്കടാ, എന്തിനാ ഇങ്ങനെ ഓടുന്നേ? ആകാശം വല്ലതും ഇടിഞ്ഞു വീഴാൻ പോകുന്നുണ്ടോ ഇങ്ങനെ ഓടാനായിട്ട്? ശരിക്കും നടക്കാൻ പോലും പറ്റാത്തവനാ ഇപ്പൊ പറക്കുന്ന പോലെയാ ഓടി വരുന്നത്. ചേട്ടാ, കാര്യം തന്നെ അങ്ങനത്തെയാ. നോക്ക്, എന്റെ അധ്വാനം ഫലം കണ്ടു. വിളവ് എത്ര നന്നായിട്ടുണ്ടെന്ന് അറിയാമോ? കാറ്റിൽ ഇങ്ങനെ ആടുന്നത് കാണാൻ തന്നെ എന്ത് രസമാ. കടലയും ഗോതമ്പും നന്നായി തന്നെ വിളഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം. ആണോ? സത്യമായും? പവൻ ഗോതമ്പും കടലയും വിളഞ്ഞു നിൽക്കുന്നത് കണ്ട് ഒരുപാട് സന്തോഷിച്ചു. എന്നാൽ അവന്റെ ആ ദുഷ്ട മനസ്സിൽ അത്യാഗ്രഹവും അസൂയയും കടന്നു വന്നു. ഈ സോനു കൂടെയുണ്ടെങ്കിൽ എനിക്കിതിന്റെ പകുതി ഇവനെ കൊടുക്കേണ്ടതായിട്ട് വരും. എങ്ങനെയെങ്കിലും കുറച്ച് ഗോതമ്പും കടലയും കൊടുത്ത് ഇവനെ ഒഴിവാക്കണം. നോക്കു സോനു, നീ അധ്വാനിച്ചു, നല്ല കാര്യം തന്നെ. പക്ഷേ എത്ര നാൾ ഞാൻ നിന്നെ നോക്കണം? നീ നിന്റെ ഭാഗമായിട്ടുള്ള കടലയും ഗോതമ്പൊക്കെ എടുത്ത് എന്നെ ഒന്ന് ഒഴിവാക്കിത്താ. ചേട്ടൻ എന്താ ഈ പറയുന്നത്? അമ്മ മരിക്കും മുമ്പ് പറഞ്ഞത് നമ്മൾ ഒരുമിച്ച് ജീവിക്കണമെന്നല്ലേ? അമ്മ ഇപ്പൊ ഈ ലോകത്തില്ലല്ലോ. നീയും എന്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു താടാ. പവൻ സോനുവിനെ അവിടെ നിന്നും ഇറക്കി വിട്ടു. സോനു ആകെ വിഷമിച്ച് ഒരു നദിയുടെ കരയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവന്റെ കൂട്ടുകാരനായ അനിൽ അങ്ങോട്ട് വന്നത്. അവൻ സോനു വിഷമിച്ചിരിക്കുന്നത് എന്താണെന്ന് അന്വേഷിച്ചു. സോനു എല്ലാ കാര്യങ്ങളും അനിലിനോട് തുറന്നു പറഞ്ഞു. അവന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ അനിൽ അവനോട് തന്റെ വീട്ടിലേക്ക് വരുവാൻ ആവശ്യപ്പെട്ടു. എടാ, എന്റെ ചേട്ടനെ പറ്റി ഞാനിങ്ങനെ കരുതിയിരുന്നില്ല. എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. ഇനി ഈ ലോകത്തിൽ ആരെ ആശ്രയിച്ച് ഞാൻ ജീവിക്കും? ഈ കുറച്ച് കടലയും കുറച്ച് ഗോതമ്പും കൊണ്ട് ഞാൻ എന്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ശരിക്കും എന്റെ ചേട്ടനെയും കുറ്റം പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു വികലാംഗനും മന്ദബുദ്ധിയുമായ എന്നെ കൂടെ നിർത്തിയിട്ട് ചേട്ടൻ എന്ത് കിട്ടാനാ?
എടാ, നീ ഇത്ര ടെൻഷനൊന്നും ആവണ്ട. നീ മന്ദബുദ്ധിയൊന്നുമല്ല, സാധാരണ മനുഷ്യൻ തന്നെയാ. പിന്നെ എല്ലാവർക്കും സ്വന്തം കഴിവുകൾ തിരിച്ചറിയാൻ കഴിയണമെന്നൊന്നുമില്ല. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ? നീ അധികം വിഷമിക്കാതെ എന്റെ വീട്ടിലേക്ക് വാ. അമ്മ ഇന്ന് നല്ല ദാൽ പക്വാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നീ വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അവനോടൊപ്പം ചെല്ലാൻ വിസമ്മതിച്ചിട്ടും അനിൽ സോനുവിനെ നിർബന്ധിച്ചുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി. വീട്ടിലെത്തിച്ച് അവന് പരിപ്പ് കൊണ്ടുള്ള ആ വിഭവം കഴിക്കാൻ കൊടുത്തു. അത് സോനുവിന് നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇത് വളരെ നന്നായിട്ടുണ്ടല്ലോ. കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുകയാ. ഞാൻ ഇതുവരെ ഇത്ര സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചിട്ടേയില്ല. എന്റെ മനസ്സിലൊരു ആശയമുണ്ട്. എന്തുകൊണ്ട് നീ കയ്യിലുള്ള ഗോതമ്പും കടലപ്പരിപ്പും ഈ ദാൽ പക്വാൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നില്ല? അതായത് എനിക്കത് ഉണ്ടാക്കാൻ പറ്റുമെന്നാണോ? എനിക്കതിനൊരു സ്ഥലം പോലും ഇല്ലല്ലോ. നീ അതോർത്ത് വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. അനിൽ സോനുവിനെ സഹായിച്ചു. അങ്ങനെ സോനു പരിപ്പ് കൊണ്ടുള്ള ആ വിഭവം ഉണ്ടാക്കി. പക്ഷെ ആ കടയിലേക്ക് ആരും തന്നെ ഭക്ഷണം കഴിക്കാൻ എത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഒരു വയസ്സായ സ്ത്രീ അവിടേക്ക് വന്നത്. അവർ അവനോട് ഭക്ഷണം ചോദിച്ചു. അമ്മേ, ഇന്ന് കട തുറന്നതേ ഉള്ളൂ. ഇതുവരെ ആരും വന്നിട്ടില്ല. നിങ്ങളാണ് കടയിലേക്ക് ആദ്യമായിട്ട് വന്ന ആൾ. നിങ്ങൾക്ക് എന്തായാലും ഞാൻ ദാൽ പക്വാൻ കഴിക്കാൻ തരാം. പക്ഷെ മോനെ, ഇന്ന് നിന്റെ കച്ചവടത്തിന്റെ ആദ്യ ദിവസമല്ലേ? ഭക്ഷണത്തിന് പകരമായി നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല മോനെ. നിങ്ങളുടെ കയ്യിൽ വില മതിക്കാനാവാത്ത ഒന്നുണ്ടല്ലോ. അത് നിങ്ങൾ തരുന്ന അനുഗ്രഹമാണ്. നിങ്ങൾ എന്നെ ഒന്ന് അനുഗ്രഹിച്ചാൽ മതി. എന്നിട്ട് ഈ ദാൽ പക്വാൻ കഴിച്ചാലും. അവർ ആ ദാൽ പക്വാൻ കഴിച്ച് സന്തുഷ്ടയായി. അവർ അവരുടെ സഞ്ചിയിൽ നിന്നും കുറച്ച് കടലപ്പരിപ്പെടുത്ത് കയ്യിൽ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ കയ്യിൽ നിനക്ക് തരാനായി പണമായിട്ടൊന്നും തന്നെ ഇല്ല മോനെ. പക്ഷേ ദാ ഈ കടലപ്പരിപ്പുണ്ടെന്റെ കയ്യിൽ. ഇതെന്റെ അനുഗ്രഹമായി കണ്ടുകൊണ്ട് നീ ഇത് സൂക്ഷിച്ചുകൊള്ളൂ. ഇതിൽ കുറച്ചെടുത്ത് നീ ഉണ്ടാക്കുന്ന വിഭവത്തിൽ ചേർക്കണം. ഇതും പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും പോയി. അടുത്ത ദിവസം സോനു വീണ്ടും ഭക്ഷണമുണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് ആ ഭിക്ഷക്കാരി കൊടുത്ത പരിപ്പ് കൂടി അതിലേക്ക് ചേർത്തു. ദാൽ പക്വാൻ റെഡിയായ ഉടനെ തന്നെ പുറത്ത് ആളുകൾ ക്യൂ നിൽക്കുന്നതാണ് അവൻ കണ്ടത്. വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല കച്ചവടവും നടന്നു. അവന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് എത്ര വരുമാനമാ കിട്ടിയത്? ഇന്നലെ വരെ ഒരു കസ്റ്റമർ പോലും വന്നിട്ടില്ലായിരുന്നു. ഇതെല്ലാം നിന്റെ സത്യസന്ധതയുടെ ഫലമാ. നീ ആ ഭിക്ഷക്കാരിക്ക് ദാൽ പക്വാൻ കൊടുത്തില്ലേ? അതിനു പകരമായി അവരാ കടലപ്പരിപ്പും തന്നില്ലേ? ഇതെല്ലാം അതിന്റെ പ്രഭാവം കൂടിയാ. അവരാ കടലപ്പരിപ്പിന്റെ രൂപത്തിൽ അനുഗ്രഹമാ നിന്നിൽ ചൊരിഞ്ഞത്. അതുകൊണ്ട് നീ ഇനി കൈവെക്കുന്നതെല്ലാം പൊന്നായി മാറും. അവരുടെ അനുഗ്രഹത്തിലൂടെ നീ രക്ഷപ്പെടാൻ പോവാ. സോനു ഈ വാക്കുകൾ കേട്ട് ഒരുപാട് സന്തോഷിച്ചു. അവൻ തന്റെ പരോപകാരം തുടർന്നുകൊണ്ടേയിരുന്നു. അവനുണ്ടാക്കുന്ന ഭക്ഷണം എല്ലാവരും വയറ് നിറച്ച് കഴിച്ചു കഴിഞ്ഞും ബാക്കിയായി കഴിയുമ്പോൾ അവനത് വീടുകളിൽ അടുപ്പ് പുകയാത്ത ദരിദ്രരായവർക്കിടയിൽ കൊണ്ടുപോയി പങ്കുവെച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ പട്ടിണിയുള്ള വീടുകളിൽ ഭക്ഷണം എത്തിച്ചു കൊടുത്ത് അവരുടെ അനുഗ്രഹവും നേടി. പിന്നീട് അധികം താമസിയാതെ സോനു വലിയൊരു ധനികനായി മാറി. ഇന്നും മാലതിയുടെ വീട്ടിൽ കഴിക്കാനായി ഒന്നുമില്ലായിരുന്നു. മാലതി ഒരുപാട് വയസ്സായവരാണ്. അവർ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അവർക്ക് ആരുമില്ലായിരുന്നു. എന്തെങ്കിലും ആരെങ്കിലും സഹായിച്ചാൽ അവരുടെ വയറ് നിറയും. അല്ലെങ്കിൽ വെറും വയറോടെ തന്നെ ഇരിക്കണം. ഇന്നും എന്തോ ഞാൻ വെറും വയറോടെ കിടക്കണമെന്ന് തോന്നുന്നു. അടുത്ത വീട്ടിലെ സുരേഷ് പോലും ഇന്ന് വന്നേയില്ല. എനിക്ക് സഹായം കിട്ടുമെന്ന വിശ്വാസമേ ഇല്ല. മാലതി അങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഉറങ്ങാൻ പോയി. അപ്പോഴാണ് ആരോ അവരുടെ വീടിന്റെ വാതിലിൽ മുട്ടിയത്. മാലതി എഴുന്നേറ്റ് ചെന്ന് അവരുടെ വീടിന്റെ വാതിൽ തുറന്നു. അവിടെ ഒരു ചെറിയ കുട്ടി ഒരു സഞ്ചിയും കലവും പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ആഹാ മോളെ, നീ ആരാണ്? ഇത്ര രാത്രി സമയത്ത് എന്റെ വീടിന് പുറത്ത് നീ എന്ത് ചെയ്യുന്നു? നിന്റെ അച്ഛനും അമ്മയും എവിടെ? എന്റെ പേര് ദേവി. ഞാൻ നിങ്ങളെ സഹായിക്കാൻ വന്നതാണ്. നിങ്ങൾ വിശപ്പോടെ ഉറങ്ങരുത് എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണമുണ്ടാക്കുന്ന സാധനങ്ങളും പാത്രങ്ങളും എടുത്തിട്ട് വന്നിട്ടുണ്ട്. മാലതി എല്ലാ സാധനങ്ങളും വാങ്ങി. അതൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി അകത്തേക്ക് പോയി. പക്ഷേ മാലതി അതൊക്കെ അകത്ത് വെച്ച് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആ ചെറിയ പെൺകുട്ടി അവിടെയില്ല. ആ ചെറിയ കുട്ടി ഈ രാത്രി സമയത്ത് എവിടേക്ക് പോയിട്ടുണ്ടാകുമെന്ന്
മാലതിക്ക് ഒരുപാട് ആശ്ചര്യം തോന്നി. പിന്നെ അവൾ അകത്തേക്ക് വന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. ആ കുട്ടി കൊണ്ടുവന്ന കലത്തിലാണ് മാലതി കിച്ചടി ഉണ്ടാക്കിയത്. അവളത് കഴിച്ചതും അവളുടെ വയറ് നിറഞ്ഞു. പക്ഷെ അതിശയമായി ആ കിച്ചടി അവസാനിച്ചേയില്ല. അവൾ എത്ര കഴിച്ചാലും ആ കലത്തിൽ കിച്ചടി തിരിച്ചു വന്നുകൊണ്ടേയിരുന്നു. ആഹാ, ഈ കിച്ചടി അവസാനിക്കുന്നില്ലല്ലോ. ഞാൻ എത്ര കഴിച്ചാലും ഈ കലത്ത് കിച്ചടി വീണ്ടും വീണ്ടും വരുന്നു. ഇതിൽ തീർച്ചയായും എന്തോ മന്ത്രമുണ്ടാകും. ഞാൻ ഇതിന് മുകളിൽ മൂടി വെക്കാം. ഇപ്പൊ എനിക്ക് നല്ല ഉറക്കം കിട്ടും. മാലതി ഉറങ്ങി. അവൾ അടുത്ത ദിവസം എഴുന്നേറ്റ് അവൾ ആ കലം വീണ്ടും തിരിച്ചൊന്ന് നോക്കി. അപ്പ കണ്ടു ആ കലം വീണ്ടും കിച്ചടി കൊണ്ട് നിറഞ്ഞത്. എനിക്ക് എന്തോ ഇത് മാന്ത്രിക കിച്ചടിയാണെന്ന് തോന്നുന്നു. ഈ കലത്തിൽ കിച്ചടി അവസാനിക്കുന്നേയില്ല. ആ ചെറിയ കുട്ടി ആരാണെന്നേ അറിയുന്നില്ല. ഈ മാന്ത്രിക കലത്തെ എവിടെ നിന്ന് കൊണ്ടുവന്നു? ഇനി എനിക്ക് ഭക്ഷണത്തിന് ഒരു കുറവും ഉണ്ടാകില്ല. അതുപോലെ ഞാൻ മറ്റുള്ളവർക്കും ഭക്ഷണം കൊടുക്കാം. ഇനി ഞാൻ ആരെയും വെറും വയറ്റോടെ കിടക്കാൻ അനുവദിക്കില്ല. മാലതി ആ മാന്ത്രിക കലം പുറത്തേക്ക് കൊണ്ടുപോയി നാട്ടിൽ ആരൊക്കെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നോ അവർക്ക് എല്ലാവർക്കും കഴിക്കാൻ കിച്ചടി കൊടുത്തു. ആ വയസ്സായ മാലതി ഇങ്ങനെ എല്ലാവരെയും സഹായിക്കുന്നത് കണ്ട് അവരുടെ അടുത്ത വീട്ടിലെ സുരേഷ് ഒരുപാട് ആശ്ചര്യപ്പെട്ടു. ഇതിൽ തീർച്ചയായും എന്തൊരു കാര്യമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. മാലതി വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിന് മുൻപേ രാത്രി തക്ക സമയം നോക്കി സുരേഷ് വീടിന്റെ ജനാലയിലൂടെ മാലതിയുടെ വീടിനകത്ത് വന്ന് ഒളിഞ്ഞു നിന്നു. മാലതി വീട്ടിലേക്ക് തിരിച്ചു വന്നു. ആ ദൈവത്തിന്റെ പുണ്യം കൊണ്ട് ഒരിക്കലും അവസാനിക്കാത്തതുപോലെ തന്നെ ഒരു മാന്ത്രിക കിച്ചടി എനിക്ക് കിട്ടി. ഇതിനു മുന്നേ എനിക്ക് കഴിക്കാൻ തന്നെ വഴിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നുണ്ട്. അതുമല്ലാതെ ഈ കിച്ചടി ആരോഗ്യത്തിന് നല്ലതാണ്. രുചിയും വളരെ നന്നായിട്ടുണ്ട്. സുരേഷ് മാലതി പറയുന്നതെല്ലാം കേട്ടു നിന്നു. കിച്ചടിയെക്കുറിച്ച് അറിഞ്ഞതും അവന്റെ മനസ്സിൽ അത്യാഗ്രഹം തോന്നി. ഈ കിഴവീനി എത്ര ദിവസം ജീവനോടെ കാണുമോ ആവോ. ഈ മാന്ത്രിക കുടം ഇവരുടെ കയ്യിലല്ല, ഇത് എന്റെ കയ്യിലിരിക്കേണ്ടതാ. ഒരുപക്ഷെ ഈ കുടം എന്റെ കയ്യിലിരുന്നാൽ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും ഒരു പ്രശ്നവും വരില്ല. എന്റെ വീട്ടിലുള്ളവർക്ക് ഭക്ഷണത്തിന് ജീവിതം മുഴുവനും ഒരു കുഴപ്പവും വരില്ല. എനിക്കും സന്തോഷത്തോടെ ജീവിക്കാം. സുരേഷ് ആ കലം എങ്ങനെയെങ്കിലും മോഷ്ടിക്കണമെന്ന് ഒരു പ്ലാൻ ചെയ്തു. മാലതി ഉറങ്ങാൻ ചെന്നതും സുരേഷ് തന്റെ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തു വന്ന് ആ മാന്ത്രിക കലം എടുത്തു. പിന്നെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അടുത്ത ദിവസം രാവിലെ മാലതി എഴുന്നേറ്റ് നോക്കിയപ്പോൾ അയ്യോ, മാന്ത്രിക കിച്ചടിയുടെ കലം ഇത് എവിടെ പോയി? ഇന്നലെ ഞാൻ ഇവിടെയല്ലേ വെച്ചത്. അത് എവിടെ പോയോ എന്തോ. ഇപ്പൊ ഞാൻ എല്ലാവരെയും എങ്ങനെ സഹായിക്കും? എനിക്ക് വീണ്ടും ഭക്ഷണത്തിന് പോരായ്മ വരും. മറ്റൊരു ഭാഗത്ത് സുരേഷ് ആ മാന്ത്രിക കലം തന്നെ നോക്കിയിരുന്നു. ആ കലത്തിൽ ഒരുപാട് കിച്ചടി ഉണ്ടായിരുന്നു. അവനൊരു സ്പൂൺ കൊണ്ടുവന്നു. പക്ഷേ സുരേഷ് ആ കലത്തിൽ സ്പൂൺ വെച്ച ഉടനെ ആ സ്പൂൺ കൊണ്ടൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. കിച്ചടി അവിടെയുണ്ട്, പക്ഷേ അവനെ കൊണ്ട് അത് എടുക്കാനേ കഴിഞ്ഞില്ല. അയ്യോ, ഇതെന്തൊരു അതിശയമാണ്. ഇതിൽ നിന്നും കിച്ചടി എനിക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഇത് വളരെ വിചിത്രമായിട്ടുണ്ടല്ലോ. ആ കിഴവിയുടെ കയ്യിലായിരുന്നപ്പോൾ ഈ കുടത്തിന് ഒരു കുഴപ്പവുമില്ലായിരുന്നല്ലോ. എന്നാൽ എന്റെ അടുത്ത് വന്നതും ഇതിന് എന്തു പറ്റി? സുരേഷ് വീണ്ടും വീണ്ടും ആ കലത്തിൽ നിന്ന് കിച്ചടി എടുക്കാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവന് എടുക്കാനേ സാധിച്ചില്ല. അവസാനം അവന് ഒരുപാട് ദേഷ്യം വന്നു. അവൻ ആ കലം താഴെ വലിച്ചെറിഞ്ഞു. താഴെ വീണതും ആ കലം ചിന്നി ചിതറിപ്പോയി. ആ താഴെ വീണ ശബ്ദം മാലതിയുടെ വീട് വരെ കേട്ടു. അയ്യോ, സുരേഷിന്റെ വീട്ടിൽ നിന്ന് ഇതെന്താ ശബ്ദം? ഞാൻ പോയി നോക്കട്ടെ. മാലതി തന്റെ വീട്ടിൽ നിന്ന് പുറത്തു വന്നതും അവരുടെ വീടിന് പുറത്ത് അന്ന് രാത്രി അവരുടെ വീട്ടിൽ വന്ന അതേ ചെറിയ കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിയുടെ ദേഹത്ത് ഒരുപാട് പരിക്കുമുണ്ടായിരുന്നു. മാലതി ആ പരിക്ക് കണ്ട് ഉടനെ ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. മോളെ ദേവിക്കുട്ടി, നിനക്ക് ഇത് എന്ത് പറ്റി? നിനക്കിപ്പോ ഇത് എന്ത് സംഭവിച്ചു?
ഞാൻ നിന്നെ ഇപ്പോ എങ്ങനെ സഹായിക്കണം? ദേവി മാലതിയോട് സുരേഷിന്റെ വീട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരുന്നു. മാലതിയുടനെ ഓടിച്ചെന്ന് സുരേഷിന്റെ വീട്ടിലേക്ക് ചെന്നു. അവർ കണ്ടു ആ കലം പൊട്ടിയിരുന്നത്. മാലതിക്ക് എല്ലാ കാര്യവും മനസ്സിലായി. പിന്നെ ആ പൊട്ടിയ കലങ്ങളും എടുത്തുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അതോടൊപ്പം ദേവിയും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ മാന്ത്രിക കലത്തിനും പിന്നെ ആ ചെറിയ കുട്ടി ദേവിക്കും എന്തോ ഒരു ബന്ധമുണ്ടെന്ന് മാലതിക്ക് മനസ്സിലായി. അവർ ആ കലത്തിനെ ഒട്ടിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. അവർ കുറച്ചു കുറച്ചായി എല്ലാ കഷ്ണങ്ങളും ചേർത്ത് ആ കലം പൊട്ടാത്ത രീതിയിൽ നല്ല ബലമായി ഒട്ടിച്ചു. അപ്പോഴാണ് ദേവിക്കേറ്റ പരിക്കും കുറച്ചു കുറച്ചായി മാറുന്നത് അവർ ശ്രദ്ധിച്ചത്. ആ കുട്ടിക്ക് മുഴുവനായി ഭേദമായതും. മോളെ, നീ ആരാ? തീർച്ചയായും നീ ഒരു സാധാരണ പെൺകുട്ടിയേ അല്ല. ഞാൻ അന്നപൂർണി ദേവിയുടെ സ്വരൂപമാണ്. ഞാൻ ആരെയും വിശപ്പോടെ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഞാൻ അവരെ ഒരുപാട് സഹായിക്കും. പിന്നെ ആരൊക്കെ മനസ്സുകൊണ്ട് നല്ല സ്വഭാവമാണോ അവരോട് എന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ടാ ഞാൻ അന്ന് ഈ മാന്ത്രിക കിച്ചടിയുടെ കലം നിങ്ങൾക്ക് തന്നത്. നിങ്ങൾ എപ്പോഴും ഇത് ഭദ്രമായി തന്നെ സൂക്ഷിക്കണം. പിന്നെ നിങ്ങൾ ആർക്കൊക്കെ ഈ കലം നിങ്ങളുടെ കൈകൊണ്ട് കൊടുക്കുന്നുവോ അവർക്കും ഈ കലം ഇതുപോലെ തന്നെ കിച്ചടികൾ കൊടുക്കും. നന്നായി ഓർമ്മ വെച്ചോളൂ. ആരും വെറും വയറ്റോടെ കിടന്നുറങ്ങുന്നത് പോലെ നോക്കരുത്. അങ്ങനെ മാലതിയോട് പറഞ്ഞ് ആ കുട്ടി അപ്രത്യക്ഷപ്പെട്ടു. മാലതി ദേവി പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ച് കേട്ടു. പിന്നെ ആ കുട്ടി അപ്രത്യക്ഷപ്പെട്ടതും ആ സ്ഥലത്ത് കിച്ചടി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളുള്ളത് മാലതി കണ്ടു. മാലതി വീണ്ടും ആ കലത്തിൽ കിച്ചടി ഉണ്ടാക്കി. പിന്നെ അവൾ കുറച്ച് കിച്ചടി കഴിച്ച് വിശക്കുന്നവർക്കും കിച്ചടി കൊടുത്തു. അങ്ങനെ അവർ ജീവിതകാലം മുഴുവനും മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടേയിരുന്നു. അത്യാഗ്രഹമുള്ള മനസ്സുകൊണ്ട് സുരേഷ് ആ കലം മോഷ്ടിക്കാൻ നോക്കി. അതുകൊണ്ട് ആ കലം അവനെ സഹായിച്ചേയില്ല. സുരേഷും ഇപ്പൊ അവൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കി വിഷമിച്ചു. പിന്നെ അവൻ മാലതിയോട് ചെന്ന് ക്ഷമയും ചോദിച്ചു. മാലതി അവനോട് ക്ഷമിച്ചു. മാലതിയുടെ അവസാന കാലം വന്നപ്പോൾ അവർ ആ കലത്തെ സുരേഷിന് കൊടുത്തിട്ട് ഇനി തിരിച്ചു വരാനാകാത്ത ലോകത്തേക്ക് പോയി. സുരേഷും മാലതിയെ പോലെ ആ കലത്തെ നന്നായി ഉപയോഗിച്ചു. അമ്മേ, വിഷമിക്കാതിരിക്കെ. ഞാൻ ഇപ്പൊ തന്നെ ആരെയെങ്കിലും സഹായത്തിനായി വിളിച്ചോണ്ട് വരാം. ദീപു, നീ ഒരു 5 മിനിറ്റ് അമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കണേ. ശരി ചേച്ചി, ഞാൻ ഇരിക്കാം. സരിത ഓടി അയൽക്കാരനായ വിക്രമിന്റെ വീട്ടിലേക്ക് ചെന്നു. ശക്തിയായി വാതിലിൽ തട്ടി വിളിക്കാൻ തുടങ്ങി. വിക്രം അങ്കിൾ, വാതിൽ തുറക്കൂ പ്ലീസ്. വിക്രം അങ്കിൾ, വാതിൽ തുറക്കൂ പ്ലീസ്. വിക്രം അങ്കിൾ. 2 മിനിറ്റിന് ശേഷം വിക്രം വാതിൽ തുറന്നു. അങ്കിൾ, ഞങ്ങളുടെ മമ്മി പെട്ടെന്നൊന്ന് ബോധം കെട്ട് വീണു. ഞങ്ങളെ ഒന്ന് സഹായിക്കണം പ്ലീസ്. വിക്രമും സരിതയും പെട്ടെന്ന് തന്നെ ഓടി സരിതയുടെ വീട്ടിലേക്ക് വന്നു. സരിതയുടെ അമ്മയ്ക്ക് അപ്പോഴും ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. സരിതയുടെ കുഞ്ഞനുജനായ ദീപു അപ്പോഴും വലിയ വായിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിക്രം പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിച്ചു. ഉടനെ തന്നെ അവർ ഹോസ്പിറ്റലിലെത്തി. സരിതയുടെ അമ്മയെ അവിടെ അഡ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് സരിത പുറത്തൊരു ബെഞ്ചിലിരിക്കുമ്പോഴാണ് വിക്രം അടുത്തു വന്ന് പറഞ്ഞത്, മോളെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അങ്കിൾ, അമ്മയ്ക്ക് ഓർമ്മ വരാനായിട്ട് ഇനി എത്ര സമയം എടുക്കുമായിരിക്കും? ഡോക്ടർ പറഞ്ഞത് നിന്റെ അമ്മയ്ക്ക് ഹാർട്ട് ഡിസീസ് ആണെന്നാണ്. ഹൃദയത്തിന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ചിലപ്പോ 1 മാസമെങ്കിലും ഇവിടെ കിടക്കേണ്ടതായും വരും. അപ്പൊ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും അങ്കിൾ? എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ നിങ്ങളെ സഹായിക്കാം മോളെ. പക്ഷേ ഓപ്പറേഷന് ഒത്തിരി ചെലവുണ്ട്. അത്രയും പണം എന്റെ കയ്യിലുണ്ടാവില്ല. ഡോക്ടർ ഇന്ന് തന്നെ പണം അടക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ചികിത്സ തുടങ്ങാനാവില്ലെന്ന്. പക്ഷെ നമ്മൾ ആ പണം എവിടെ നോപ്പിക്കും? സരിതയും വിക്രവും ഒരുമിച്ച് കൂട്ടിയിട്ട് പോലും ഓപ്പറേഷന്റെ പണം കണ്ടെത്താനായില്ല. ഡോക്ടർ സരിതയുടെ അമ്മയുടെ ചികിത്സയും തുടങ്ങിയില്ല. അതുകൊണ്ട് അവർ അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അടുത്ത ദിവസം തന്നെ അമ്മയ്ക്ക് ഹൃദയാഘാതമുണ്ടായി. അങ്ങനെ ആ അമ്മ മരണപ്പെട്ടു. സരിതയും ദീപുവും ഈ ഭൂമിയിൽ തനിച്ചായി. കുഞ്ഞനുജനായ ദീപുവിന്റെ ഉത്തരവാദിത്തം മുഴുവൻ സരിതയുടേതായി മാറി. അവൾ നദീതീരത്തിരുന്നുകൊണ്ട് അവളുടെ ജീവിതത്തെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങി. എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാ ഇത്തരം പരീക്ഷണങ്ങൾ? 1 വർഷം മുന്നേ എന്റെ കുടുംബം എത്ര സന്തോഷത്തിലായിരുന്നു കഴിഞ്ഞത്. ചിരിയും കളിയും മാത്രമായിരുന്നു. അച്ഛൻ രാത്രി ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഞങ്ങൾക്കായി കളിപ്പാട്ടങ്ങൾ കൊണ്ടുവരുമായിരുന്നു. അമ്മ സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കി തരുമായിരുന്നു. അന്നൊക്കെ ഞാനും ദീപും വഴക്കുണ്ടാക്കുമായിരുന്നു.
അത് കണ്ടിട്ട് അമ്മ ഞങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യും. ഞങ്ങളെല്ലാം ഒത്തുചേർന്ന് ചിരിച്ചു കളിച്ച് എത്രയെത്ര യാത്രകളൊക്കെയാ നടത്തിയിരുന്നത്. എന്റെ അച്ഛന്റെ ഓമനയായിരുന്നു ഞാൻ. പക്ഷെ ആ രാത്രിയിൽ എല്ലാം മാറി മറിഞ്ഞു. അന്ന് രാത്രി റോഡിൽ കിടന്ന് അച്ഛൻ മരിച്ചപ്പോ മുതല് ഞങ്ങൾക്ക് ആരുമില്ല. അമ്മ കൂടി മരിച്ചതോടെ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ആരുമില്ലാതായി. ഞാൻ എന്റെ ദീപുവിന് വേണ്ടി ജീവിച്ചേ തീരൂ. അവന് വേണ്ടി ജീവിക്കാൻ ധൈര്യം ഉണ്ടാക്കി എടുത്തേ പറ്റൂ. ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് മാത്രമേ സ്വന്തമായിട്ട് ബാക്കിയുള്ളൂ. സരിത അവളുടെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോ അവൾ കണ്ടത് ദീപു വീടിന് പുറത്തുനിന്ന് കരയുന്നതാണ്. എന്തു പറ്റി ദീപു? നീ എന്തിനാ കരയുന്നത്? അങ്കിള് നിന്നെ നോക്കിക്കൊള്ളാന്നല്ലേ പറഞ്ഞു. എന്നിട്ട് അങ്കിൾ എവിടെ? അപ്പോൾ വിക്രം അകത്തുനിന്നും ചില പേപ്പേഴ്സുമായി പുറത്തേക്ക് വന്നു. അത് സരിതയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ വീട്ടിൽ ഇനി ഒരു അവകാശമില്ല. ഈ വീടിപ്പോ എന്റെയാണ്. ഇതതിന്റെ രേഖയുടെ പകർപ്പാണ്. വേഗം നിങ്ങളുടെ സാധനങ്ങളൊക്കെ വാരിക്കെട്ട്, എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്ക്. സരിതയ്ക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അവൾ തന്റെ വിക്രമങ്കിളിനെ അത്രയ്ക്കും വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസം മുതലെടുത്ത് വിക്രം സരിതയുടെ വീട് അയാളുടെ പേരിലാക്കി മാറ്റി. സരിതയും ദീപുവും അനാഥരായി മാറി. സരിതയ്ക്ക് മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല. അവൾക്ക് വിക്രമിനോട് ഏറ്റുമുട്ടാൻ കഴിയുമായിരുന്നില്ല. അവൾ ദീപുവിനെയും കൂട്ടി വഴിയരികിൽ നിന്നു. ചേച്ചി, അമ്മയോ അച്ഛനോ എവിടെ പോയതാ? അവർ നമ്മളെ കൊണ്ടുപോകാൻ എന്താ വരാത്തെ? അവരെന്താ നമുക്ക് ഭക്ഷണമൊന്നും കൊണ്ടുവരാത്തത്? ചേച്ചി, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട് കേട്ടോ. നീ വിഷമിക്കാതിരിക്കും ദീപു. മമ്മിയും പപ്പയും എങ്ങും പോയിട്ടില്ല. അവരെപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മളെ കാണുന്നുണ്ട്. നമ്മുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാ ഞാനില്ലേ നിന്റെ കൂടെ? ഞാൻ എന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇപ്പൊ നീ ഉറങ്ങാൻ നോക്ക്. നാളെ എന്തായാലും ഞാൻ നിനക്ക് ഭക്ഷണം വാങ്ങിത്തരാം. സരിത ദീപുവിനെ ഒരു വിധത്തിൽ ഉറക്കി. തൊട്ടടുത്തുള്ള ചില ഹോട്ടലിൽ ചെന്ന് അവൾ ഭക്ഷണം യാചിച്ചു. എല്ലാ ഹോട്ടലുകളിലും അവളെ ഓടിക്കുകയാണ് ചെയ്തത്. പിന്നീട് അവൾ രാംധാരിയുടെ ഹോട്ടലിൽ ചെന്നു. അങ്കിൾ, 2 ദിവസമായി ഒന്നും കഴിച്ചിട്ടില്ല. പ്ലീസ് എന്തെങ്കിലും കഴിക്കാൻ തരണം. പ്ലീസ് അങ്കിൾ. രാത്രിയാകുമ്പോ ഇവറ്റകൾ എവിടെ നിന്നൊക്കെ വരുന്നോ എന്തോ. ഓടിക്കോ ഇവിടുന്ന്. ഞങ്ങളുടെ ഇവിടെ സൗജന്യ ഭക്ഷണമൊന്നും വിളമ്പുന്നില്ല കേട്ടോ, പിച്ചക്കാരി പെണ്ണ്. അതേസമയം ഈ കാര്യങ്ങളെല്ലാം ആ ഹോട്ടലിന്റെ മുതലാളി രാംധാരി കേൾക്കുന്നുണ്ടായിരുന്നു. അയാൾ വന്ന് സരിതയോട് ചോദിച്ചു, എന്തു പറ്റി മോളെ? രാത്രി ഇത്ര വൈകി നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാനും എന്റെ അനിയനും 2 ദിവസമായിട്ട് പട്ടിണിയാ. എന്തെങ്കിലും കഴിക്കാൻ തരണേ. ശരി മോളെ, ഞാനിപ്പോ തരാം. നിങ്ങൾക്ക് നാണമാവില്ലേ ഇങ്ങനെ പാവപ്പെട്ട ആൾക്കാരെ ഓടിക്കാൻ? ചെല്ല്, വേഗം ചെന്ന് ഇവൾക്കുള്ള ഭക്ഷണം കൊണ്ട് കൊടുക്ക്. നീ പറയും മോളെ, എന്താ സംഭവിച്ചത്? സരിത രാംധാരിക്ക് നടന്നതെല്ലാം പറഞ്ഞു കൊടുത്തു. സരിതയുടെ കഥ കേട്ടിട്ട് രാംധാരിക്ക് അവളോട് അലിവ് തോന്നി. അയാൾ പറഞ്ഞു, പറയൂ, ഞാൻ നിനക്ക് എങ്ങനെയാണ് സഹായം ചെയ്യേണ്ടത്? എനിക്ക് സ്വന്തമായി കാശ് സമ്പാദിക്കണം. എന്റെ അമ്മ എനിക്ക് നല്ല പോലെ കുളിച്ചുണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ അതുണ്ടാക്കി വിറ്റ് കാശ് സമ്പാദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്റെ കയ്യിൽ അത് തുടങ്ങി വെക്കാനുള്ള സമ്പാദ്യമൊന്നും തന്നെ ഇല്ല. ഈ കാര്യത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ ഈ ഉപകാരം ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. രാംധാരി സരിതയ്ക്ക് കുറച്ച് കാശ് കൊണ്ടു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിന്റെ ധൈര്യം അപാരം തന്നെ മോളെ. നീ ജീവിതത്തിൽ ഒരിക്കലും തോൽവി സമ്മതിക്കുന്നവളല്ല. അച്ഛനമ്മമാർ മരിച്ചു. പിന്നെ നിന്റെ അയൽവാസി നിന്നെ ചതിച്ച് സ്വത്തെല്ലാം തട്ടിയെടുത്തെങ്കിലും നീ ജീവിച്ചു കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിനക്ക് പൂർണ്ണ പിന്തുണ തരാം മോളെ. ഞാൻ ഇതെല്ലാം എന്റെ അനിയൻ ദീപുവിന് വേണ്ടി മാത്രമാ ചെയ്യുന്നത്. അവനില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്റെ ജീവൻ തന്നെ എപ്പോഴും അവസാനിപ്പിച്ചു കളയുമായിരുന്നു. ഞാൻ അങ്ങയോട് മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ? ആ, ചോദിച്ചോളൂ. ഹോട്ടലിന്റെ പുറത്തായിട്ട് ഒരു പഴയ സൈക്കിൾ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെ ആവശ്യമില്ലെങ്കിൽ ഞാനത് എടുത്തോട്ടെ. ഞാൻ അതുപയോഗിച്ച് എന്റെ ചോലെ കുൽച്ചയുടെ ബിസിനസ് നടത്തിക്കൊള്ളാം. ശരി, ഞാൻ അത് റിപ്പയർ ചെയ്തിട്ട് നിനക്ക് നാളെ രാവിലെ തരാം. അങ്ങനെ രാംധാരിയുടെ സഹായത്തോടെ സരിത ചോലെ കുൽച്ച ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ടത് സൈക്കിളിൽ കൊണ്ടു നടന്ന് വിൽക്കാനും തുടങ്ങി. അവൾ തന്റെ ചോലെ കുൽച്ചയുടെ പേര് രാംധാരി ചോലെ കുൽച്ച എന്നാക്കി. അവളുടെ ചോലെ കുൽച്ച വളരെ സ്വാദിഷ്ടമായിരുന്നു. ധാരാളം പേർ അത് കഴിക്കാനായി സരിതയെ വീട്ടിൽ വിളിക്കുമായിരുന്നു. രാംധാരി സരിതയുടെ ഈ പുരോഗതി കണ്ട് വളരെ സന്തുഷ്ടനായി. അദ്ദേഹം സരിതയുടെ കാര്യത്തിൽ അഭിമാനം കൊണ്ടു. സരിത രാംധാരിക്ക് തന്റെ മൂത്ത സഹോദരനോടുള്ള ബഹുമാനം കൊടുത്തിരുന്നു. കുറേശ്ശെയായി രാംധാരിയിൽ നിന്ന് വാങ്ങിയ പണം അവൾ തിരികെ കൊടുത്തു. സമ്പാദിക്കുന്ന കാശുകൊണ്ട് അവൾ ദീപുവിനെ നല്ലൊരു സ്കൂളിൽ അയച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവന് നല്ല വിദ്യാഭ്യാസം കിട്ടി. സരിത 18 വർഷത്തോളം തന്റെ സൈക്കിളിൽ ചോലെ കുൽച്ച വിറ്റുകൊണ്ടിരുന്നു. അവളുടെ സഹോദരൻ ദീപു നന്നായി പഠിച്ചു വളർന്ന് വലിയൊരു ഓഫീസറായി മാറി. ദീപു സരിതയെ അമ്മയെപ്പോലെ തന്നെയാണ് കണ്ടിരുന്നത്. തന്റെ എല്ലാ വളർച്ചയ്ക്കും കാരണക്കാരിയായ ചേച്ചിയെ അവൻ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു.
ദീപു ഓഫീസറായതിനു ശേഷവും സരിത തന്റെ ചോലെ കുൽച്ചയുടെ കച്ചവടം നിർത്തിയില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് അവൾ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചത്. അവളുടെ ചോലെ കുൽച്ചെ ആ പട്ടണത്തിൽ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലും പ്രശസ്തമാവാൻ തുടങ്ങി. മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും സരിതയുടെ ചോലെ കുൽച്ചെ കഴിക്കാൻ ആളുകൾ വന്നുകൊണ്ടേയിരുന്നു.